പടിഞ്ഞാറേക്കരയുടെ കടൽ തീരം വിറങ്ങലിച്ച ആ ഒരു ദിനം. അന്ന് വൈകുന്നേരം 7 മണിയോട് അടുപ്പിച്ച് നിർത്താതെയുള്ള ഹോണടി കേട്ട് ആളുകൾ കടൽ തീരത്ത് എത്തുമ്പോൾ കാണുന്നത് വലിയൊരു ഭീമൻ ബോട്ട് കരയിലേക്ക് അടുക്കുന്നതാണ്. പിന്നീടത് മനസ്സിലായി ഉരു ആണെന്ന്. ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി എത്തുന്ന ചെറിയൊരു കപ്പൽ. അന്ന് തീരദേശത്ത് ജനസാഗരമായിരുന്നു. ശക്തമായ കാറ്റും മഴയും ശക്തമായിട്ടുള്ള തിരമാലയും കാരണം നാട്ടുകാർക്ക് രക്ഷാപ്രവർത്തനത്തിന് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അന്ന് തീരപ്രദേശ സംരക്ഷണ സമിതി അംഗമായിരുന്നു ഞാനും സുഹൃത്തുക്കളും ചേർന്ന് പൊന്നാനി കോസ്റ്റൽ പോലീസിലും തിരൂര് പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ പോലീസിൽ നിന്നും ഉള്ള ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് കടലിൽ വന്നു കയറിട്ട് വലിച്ച് കപ്പലിനെ കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി. പിന്നീട് മനസ്സിലായി ബോട്ട് പൊളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ച് അവർ തിരിച്ചുപോയി. അപ്പോഴേക്കും തിരൂർ പോലീസിൻ്റെ സഹായത്തോടെ ജനങ്ങളും ചേർന്ന് സമീപത്തുള്ള മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കരയിൽ നിന്ന് കയറുമായി കപ്പലിലേക്ക് നീന്തി കയറാനുള്ളൊരു ശ്രമം നടത്തി. നാട്ടിലെ ചില സുഹൃത്തുക്കൾ അങ്ങനെ ഒരു ശ്രമം നടത്തി. അങ്ങനെ കപ്പലിൽ ഉരുവിലേക്ക് എത്തി. ആ ഉരുവിൽ നിന്ന് ചെറിയ രക്ഷാബോട്ട് കടലിലേക്ക് ഇറക്കി അതിൽ കൂടെ ജനങ്ങളെ, അതിലുള്ള ജീവനക്കാരെ കരയിലേക്ക് കൊണ്ടുവന്നു. തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും പോലീസിൻ്റെയും ഇടപെടലുകൾ കൊണ്ട് ആ 8 ജീവനുകൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അവർ ഈ നാടിനോട് നന്ദി പറഞ്ഞു. തിരൂർ സ്റ്റേഷനിലേക്ക് പിന്നീട് അവർ പോയി. പിന്നീടാണ് അറിഞ്ഞത് കൊല്ലം ജില്ലയിലുള്ളവരായിരുന്നു ആ ജീവനക്കാരെന്ന്. നീളം കൂടിയ ബോട്ടിൻ്റെ അടിയിലുള്ള പലക പുറന്തള്ളിയതായിരുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ആ പുറന്തള്ളിയ ഭാഗം തന്നെ കാണാം. വെള്ളം കയറിയത്, അങ്ങനെയാണ് വെള്ളം കയറിയത്. ഉരുവിലുണ്ടായിരുന്ന സിമൻറ്റ്, മെറ്റൽ കമ്പി എന്നുള്ള സാധനങ്ങളായിരുന്നു. അപ്പോഴേക്കും രാത്രി 1-2 മണി ആയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും ജനങ്ങൾ വീണ്ടും ഒഴുകി തീരത്തേക്ക് പോകുന്നു. ശബ്ദം കാരണം ഉറങ്ങിണീറ്റ് നോക്കുമ്പോൾ ഉരുവിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് പെറുക്കിയെടുക്കാനാണ് ഈ ആളുകളുടെ ഓട്ടം. ആ സമയത്ത് ആളുകളുടെ കയ്യിൽ നോക്കുമ്പോൾ ഡാൽഡ, പുകയിലപ്പാത്രങ്ങൾ, നിഡോ, ഭക്ഷണപ്പൊതികൾ, കവറിൽ പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണപ്പൊതികൾ, മറ്റു വസ്തുക്കൾ എല്ലാം ആളുകളുടെ കയ്യിലായിരുന്നു. ആ ഒരു ദുരന്ത സ്ഥലം ആ സമയത്ത് ഒരു ആഘോഷത്തിൻ്റെ അലകളായിരുന്നു.